ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രിയപ്പെട്ട സിജി ഭാരവാഹികളെ, അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും വളരെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹിക്കുന്ന, 10ാം ക്ലാസ് മുതൽ എന്നല്ല, പ്രൈമറി ക്ലാസ്സുകളിൽ മുതൽ തന്നെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പദവിയാണ് ഡോക്ടർ എന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏക പ്രവേശന പരീക്ഷയിലൂടെയാണ് MBBS കോഴ്സുകൾക്കുള്ള പ്രവേശനം എന്ന് എല്ലാവർക്കും അറിയാം. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കും ഉള്ള ഒരു പ്രവേശന പരീക്ഷയാണ് നീറ്റ്. ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നീറ്റിന്റെ പ്രവേശനത്തെക്കുറിച്ചും പ്രവേശന പരീക്ഷാ രീതിയെക്കുറിച്ചും അതിലുപരിയായി അതിന്റെ അപേക്ഷയെ സംബന്ധിച്ചുമാണ്. കാരണം നമുക്കറിയാം, ഫെബ്രുവരി 8 മുതൽ മാർച്ച് 8 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി. ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പരീക്ഷാ സംബന്ധിയായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം ഇതിന് ശേഷം ഉണ്ടാകുന്ന അലോട്ട്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ തന്നെ, സിജി തന്നെ വീണ്ടും അടുത്ത മറ്റൊരു പ്രോഗ്രാം, അതായത് റിസൾട്ട് വന്നതിന് ശേഷം മറ്റൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതാണ്. അപ്പൊ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും നമുക്കറിയുന്നത് പോലെ 10ാം ക്ലാസ്സിന് ശേഷം +2 സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്ക്, +2 സയൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിർബന്ധമായും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾ അല്ലെങ്കിൽ ബയോടെക്നോളജി വിഷയങ്ങൾ പഠിച്ചിരിക്കണം. ഒരൊറ്റ പരീക്ഷയാണുള്ളത്. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ പ്രോഗ്രാമിന് ഒറ്റ എൻട്രൻസ് പരീക്ഷയാണുള്ളത്. എഞ്ചിനീയറിംഗ് പോലെ JEE അല്ലെങ്കിൽ കേരളത്തിൽ കീം പോലെ, കുസാറ്റിലേക്ക് വരുമ്പോൾ കുസാറ്റ്, കാറ്റ് പോലെ വ്യത്യസ്തമായ എൻട്രൻസ് പരീക്ഷാ രീതിയില്ല എന്നുള്ളത് ഈ പരീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിനകത്ത് തന്നെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മെഡിക്കൽ മാത്രമല്ല, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, കേരളത്തിലെ അഗ്രികൾച്ചർ മേഖലയിലെ കോഴ്സുകൾ, അതേപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് MBBS പഠിക്കാനുള്ള യോഗ്യത വരെ നീറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ ലഭ്യമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പരീക്ഷ നടത്തുന്ന ഏജൻസി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. 17 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. +2 സയൻസ് പഠിക്കണം എന്നതോടൊപ്പം തന്നെ 17 വയസ്സ് പൂർത്തിയായിരിക്കണം. പക്ഷേ മറ്റു കോഴ്സുകൾക്ക് എന്ന പോലെ അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് nta.in എന്നുള്ള exams.nta.in എന്നുള്ള വെബ്സൈറ്റ് ആണ്. ഇനി നമുക്ക് പരീക്ഷ എന്താണ്, പരീക്ഷയുടെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ അറിയുന്നത് പോലെ പല വിധത്തിലുള്ള സീറ്റുകളുണ്ട്. MBBS അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അലൈഡ് മേഖലയിലുള്ള പലതരത്തിലുള്ള കോഴ്സുകളും പലതരത്തിലുള്ള പ്രവേശന രീതികളുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 2 തരത്തിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ 2 തരത്തിലുള്ള സീറ്റുകൾ കാണാം. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളും മറ്റൊന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് കോട്ട സീറ്റുകളും. ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ, അതായത് എല്ലാ സംസ്ഥാനത്തെയും 15% സീറ്റുകൾ, അവിടുത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 15% സീറ്റുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അതായത് 100 സീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജിൽ 85 സീറ്റ് ആ സംസ്ഥാനത്തെ ഡൊമിസൈലായ, അതായത് നേറ്റിവിറ്റി ഉള്ള കുട്ടികൾക്കും 15 സീറ്റുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനം, ഇപ്പൊ മലയാളിയായ ഒരു കുട്ടിക്ക് അയാൾക്ക് തമിഴ്നാട്ടിലെയോ കർണാടകയിലെയോ രാജസ്ഥാനിലെയോ ആസാമിലെയോ ബീഹാറിലെയോ ഒക്കെ 15% സീറ്റിന് അർഹതയുണ്ട്. ആ സീറ്റ് ലഭ്യമാവുന്നതിന് നമ്മൾ എഴുതേണ്ട എക്സാം നീറ്റ് പരീക്ഷയാണ്. അതേ സമയത്ത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ 85% സീറ്റുകളിലേക്കും നമ്മൾ പ്രവേശനം നേടുന്നതും നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ കേരളത്തിൽ ധാരാളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അമല, പുഷ്പഗിരി, MES, KMCT, മലബാർ തുടങ്ങി ധാരാളം കോളേജുകളുണ്ട്. ഇവിടെയൊക്കെ ഉള്ള സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ, മാനേജ്മെന്റ് സീറ്റുകൾ, NRI കോട്ട സീറ്റുകൾ തുടങ്ങി ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ സീറ്റുകൾ എല്ലാത്തിലേക്കും നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അതോടൊപ്പം ഡെന്റൽ, ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി തുടങ്ങി മറ്റു കോഴ്സുകളിലേക്കും, അതായത് ഡോക്ടർ എന്ന പേര് നമ്മുടെ പേരിന് മുന്നിൽ ചേർക്കാവുന്ന മറ്റു കോഴ്സുകൾക്കൊക്കെ തന്നെയുള്ള പ്രവേശനം
നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളായ വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന എയിംസുകൾ, ജിപ്മർ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും പ്രവേശനം നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ ESI മെഡിക്കൽ കോളേജുകളിലുള്ള 35% ESI സീറ്റുകളിലേക്കും ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പ്രവേശനത്തിന്റെ ആദ്യഘട്ടവും നടത്തുന്നത് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. കൂടാതെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതുപോലെ നമ്മുടെ ജാമിയ മില്ലിയ ഇസ്ലാമിയ തുടങ്ങിയ സ്ഥാപനങ്ങളിലുള്ള MBBS BDS കോഴ്സുകളിലേക്കുള്ള നിശ്ചിത ശതമാനം സീറ്റുകൾ, BHUവിൽ പൂർണ്ണമായും സീറ്റുകളും മറ്റ് സ്ഥലങ്ങളിൽ നിശ്ചിത ശതമാനം സീറ്റുകളെല്ലാം തന്നെ ഫില്ല് ചെയ്യുന്നത് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി അതുപോലെ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള ഒരു സാധ്യത കൂടി നീറ്റ് പരീക്ഷ വഴിയുണ്ട്. BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് ചില ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, നീറ്റ് പരീക്ഷ വഴി പ്രവേശനം നേടാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ജിപ്മർ. ജിപ്മറിലെ BSc നഴ്സിംഗിന് നമ്മൾ പ്രവേശനം നേടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നീറ്റ് പരീക്ഷ എഴുതുന്നതോടൊപ്പം ജിപ്മറിൽ നമ്മൾ പ്രത്യേകം അപേക്ഷിക്കണം. സാധാരണ പോലെ ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് വഴിയല്ല ജിപ്മറിലെ നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റ് അലൈഡ് ഹെൽത്ത്, അതായത് MLT പോലെയുള്ള കോഴ്സുകൾക്കുള്ള പ്രവേശനം പ്രത്യേകം നമ്മൾ ജിപ്മറിൽ അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ പ്യുവർ സയൻസ് മേഖലയിൽ ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും ബേസിക് സയൻസ് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് പോലെയുള്ള മേഖലയിൽ ഉന്നത പഠനം നടത്തുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷനും നീറ്റ് സ്കോർ പരിഗണിക്കുന്നുണ്ട്. അതുപോലെ മിലിറ്ററി നഴ്സിംഗ്, നേരത്തെ AFMC പറയുമ്പോൾ AFMCയിലെ MBBS ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്. AFMCയുടെ തന്നെ ഭാഗമായ മിലിറ്ററി നഴ്സിംഗിന്റെ ആദ്യഘട്ട പ്രവേശനവും നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും നോൺ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത രാജ്യങ്ങളിലെ മെഡിക്കൽ പഠനത്തിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും നീറ്റ് സ്കോർ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ പുതുതായി നിലവിൽ വന്ന BSc എമർജൻസി മെഡിക്കൽ ടെക്നോളജി ആൻഡ് BSc ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ തുടങ്ങിയുള്ള കോഴ്സുകൾക്കും നമുക്ക് എന്ത് വേണം, നീറ്റ് പരീക്ഷയുടെ സ്കോർ വേണം. അതുപോലെ ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്, അതായത് കൃത്രിമ അവയവങ്ങളുടെ നിർമ്മാണവും അത് ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, അതിന്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ IPMR മുംബൈയിൽ നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അതുപോലെ എയിംസ് ഡിയോഗറിലുള്ള, ജാർഖണ്ഡിലെ ഡിയോഗറിലെ എയിംസിൽ പുതുതായി വന്ന ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് BSc MSc പ്രോഗ്രാമാണ്. ഇതെല്ലാം നടത്തുന്നത് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത്രയധികം കോഴ്സുകളിലേക്ക് നമുക്ക് ദേശീയ തലത്തിൽ പോകാമെങ്കിൽ കേരളത്തിൽ കീം പ്രവേശനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ധാരാളം കോഴ്സുകളിലേക്കും കൂടി പ്രവേശനമുണ്ട് എന്നുള്ളതാണ് നീറ്റ് പരീക്ഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് നീറ്റിന് അപേക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ജാഗരൂകരാവണം എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 8 ഫീസ് അന്ന് രാത്രി നമുക്ക് രാത്രി 11:50 വരെ അടക്കാവുന്നതാണ്. എപ്പോഴും നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. മാർച്ച് 8 എന്നുള്ള ദിവസത്തേക്ക് കാത്തിരിക്കാത്തതാണ് ഏറ്റവും ഉചിതം. അതുപോലെ ഇനി അഥവാ നമ്മുടെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തതിൽ ചെറിയ സാങ്കേതികമായ പിഴവുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള വിൻഡോ മാർച്ച് 10 മുതൽ 12 വരെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനകത്ത് എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമുക്ക് മോഡ് ഓഫ് എക്സാമിനേഷൻ ഏത് ഭാഷയിലാണ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കും. അത് സെലക്ട് ചെയ്തത് അത് പിന്നീട് തിരുത്താനുള്ള സാവകാശം നമുക്ക് ലഭിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ശ്രദ്ധിച്ച് ആദ്യം ഫോം നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അപേക്ഷ പൂരിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഏപ്രിൽ മാസത്തിൽ നമ്മുടെ അതായത് പരീക്ഷയ്ക്ക് മെയ് 3 നീറ്റ് പരീക്ഷ നടക്കുന്നത്. ഏപ്രിൽ അവസാന വാരം നമ്മുടെ ഹാൾ ടിക്കറ്റ് വരും. സിറ്റി ഇന്റിമേഷൻ ആദ്യം വരും, പിന്നീട് ഹാൾ ടിക്കറ്റ് വരും. പരീക്ഷ എഴുതിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്,
പരീക്ഷയ്ക്ക് 2 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുന്നതെങ്കിലും 11 മണിക്ക് തന്നെ നമ്മൾ എക്സാം സെന്ററിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അവിടെ അവിടുത്തെ പ്രത്യേക വസ്ത്രത്തിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും മതപരമായ വസ്ത്രം ധരിക്കുന്ന വിദ്യാർത്ഥികള്, സിസ്റ്റേഴ്സ്, അതേപോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, നമ്മളൊക്കെ തട്ടം ധരിക്കുന്ന കുട്ടികളാണ്. അതൊന്നും നിരോധിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അത് ധരിക്കുന്നുണ്ട് എന്ന് നേരത്തെ അപേക്ഷയിൽ പറയണം. പറഞ്ഞാല് നമ്മൾക്ക് ആ തട്ടിട്ട് അവിടെ ചെല്ലാം. അവരതൊരു ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അത് ചെക്ക് ചെയ്യും. അതൊക്കെ ഹാൾ ടിക്കറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ സമയക്ലിപ്തതയൊക്കെ പാലിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ റിസൾട്ട് സാധാരണഗതിയിൽ ജൂൺ മാസത്തിലാണ്, ജൂൺ അവസാനം 3rd വീക്കിലൊക്കെയാണ് റിസൾട്ട് വരുന്നത്. അതിനുശേഷം ജൂലൈ ആദ്യ വാരത്തിൽ കൗൺസിലിംഗ് ആരംഭിക്കും. ഇതാണ് നീറ്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നീറ്റിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിൽ അപേക്ഷ ഫോം ഫില്ല് ചെയ്യുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, എല്ലാവരും നമ്മൾ neet.nta.exams.in എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ കയറുന്നു. രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നു. 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് ഏറ്റവും നന്നായിരിക്കും. അതിനകത്തുള്ള ഡേറ്റയാണ്, പ്രത്യേകിച്ചും കേരള സിലബസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ, സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഡേറ്റയും നമ്മുടെ 10ാം ക്ലാസ് മാർക്ക് ലിസ്റ്റിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ പേര്, നമ്മുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അച്ഛൻ്റെ കൊടുക്കാം, അല്ലെ അമ്മേൻ്റെ കൊടുക്കാം, അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്. മെസ്സേജുകളൊക്കെ വന്നാൽ കാണാൻ, OTP ഒക്കെ വന്നാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഫോൺ ഏതാണ്, നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഫോൺ ഏതാണ്, അത് നൽകുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതുപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുന്നു. അക്കാഡമിക് ഡീറ്റെയിൽസ്, 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി. അപ്പൊ ഇവിടെ ഒരു സംശയം ഉണ്ടാവും, ഫുൾ A+ ആണ്, അപ്പൊ ഞാൻ എത്ര പെർസെൻറ്റേജ് എൻ്റർ ചെയ്യണം? കാരണം CGPA എന്നുള്ളത് പേഴ്സൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ ഒരു ഫുൾ A+ ലഭിച്ച കുട്ടിക്ക് നമ്മൾ A+ന് 9.5 ഗ്രേഡ് വെച്ചിട്ട് 95% എന്നാണ് എൻ്റർ ചെയ്യാനുള്ളത്. ഇതൊക്കെ ഒരു ഡേറ്റാബേസ് കളക്ഷൻ ആണ്. ഇതിൽ തെറ്റ് വന്നു എന്ന് വിചാരിച്ച് നമ്മുടെ അപേക്ഷാ ഫോമിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിൽ വരുന്ന ചെറിയ ചെറിയ അപാകതകൾ നമ്മൾ വരാതെ നോക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ +2 പാസ്സായ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവര് നൽകേണ്ട കോഡ്, അപ്പിയറിംഗ് കുട്ടികളാണെങ്കിൽ 1 നൽകേണ്ടത്, അതേസമയം പാസ്സായ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. ഫോട്ടോഗ്രാഫ് വേണം, ദെൻ സൈൻ വേണം, പിന്നെ നമ്മുടെ 10 വിരലിന്റെയും തമ്പ് ഇംപ്രഷൻ വേണം. ഇതൊക്കെ കൃത്യമായ ഫോർമാറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഫോട്ടോഗ്രാഫ് ഇടുമ്പോഴും ഇതാണ് സംശയം, തട്ടിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അത് നമുക്ക് സിഖ്, ഇസ്ലാം, അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ സിസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി പോലുള്ള ആൾക്കാർക്കൊക്കെ അവരെന്താണോ മതപരമായി ആചരിക്കുന്ന വസ്ത്രധാരണ രീതികൾ അത് നമുക്ക് പുലർത്താം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെവി കൃത്യമായി മറയുന്ന, അതായത് കാണുന്ന വിധത്തില്, അതായത് ചെറുങ്ങനെ ഇപ്പൊ ഞാനൊക്കെ ഇട്ട പോലെ ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായി ആ മുഖം വെളിപ്പെടണം എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇനി ചെവി കാണിച്ചിട്ടിട്ടാലും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ അവനവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റും എല്ലാ വ്യക്തികളും അത് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ തമ്പ് ഇംപ്രഷൻ ഒരു പേപ്പറിൽ, നമ്മുടെ 10 വിരലിന്റെ ഇംപ്രഷൻ ഒരു മഷിയിലൊക്കെ വെച്ചിട്ട് അത് നമ്മൾ എടുത്തതിന് ശേഷം ഒരു പേപ്പറിൽ വെക്കുക. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു സംശയം എല്ലാവർക്കും, ഫോട്ടോനകത്ത് പേര് വേണോ എന്നുള്ളതാണ്. മുൻ വർഷങ്ങളിലൊക്കെ പേരും എടുത്ത തീയതിയൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് ആണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഈ വർഷം നമുക്കൊക്കെ അറിയാം, ലൈവ് ഫോട്ടോ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അപേക്ഷ ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം വെച്ചാൽ, ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ കോച്ചിങ് സെന്ററുകളുടെ ഹോസ്റ്റലുകളിലായിരിക്കും, നമ്മുടെ രക്ഷിതാക്കളായിരിക്കും ഒരു പക്ഷേ നമ്മുടെ അപേക്ഷ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്ത് കുട്ടി ലോഗിൻ ചെയ്താൽ
വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലൈവ് ഫോട്ടോ ക്യാപ്ചർ അവർക്ക് അവിടുന്ന് ചെയ്ത് നമുക്ക് വീണ്ടും അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 10 മിനിറ്റ് വാലിഡിറ്റിയെ OTPക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് ഇത് ചെയ്യേണ്ടി വരും. ഇപ്പൊ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മുഖം വരുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കാൻ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫീസ് അടക്കുന്നതാണ്. ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ടൊക്കെ നെറ്റ് ബാങ്കിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതാണ് അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചോയ്സ് എടുത്തതിന് ശേഷം മലയാളത്തിലാണ്. മലയാളം ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മലയാളവും ഇംഗ്ലീഷിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. അതേസമയം ഇംഗ്ലീഷ് ആണ് കൊടുത്ത കുട്ടിക്ക് ഇംഗ്ലീഷ് മാത്രമേ വരൂ. അപ്പൊ എന്റെ അഭിപ്രായത്തില് യു ആർ കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് ആണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ഇംഗ്ലീഷ്. ബിക്കോസ് എന്താ കാരണം, ഇംഗ്ലീഷ് അതായത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ അതാണ് ആര് ഫോളോ ചെയ്യുക, NTA ഫോളോ ചെയ്യുക. പിന്നെ മാത്രമല്ല, നമുക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ മലയാളം ഇംഗ്ലീഷ് ഒക്കെ വായിച്ച് വളരെ പ്രീഷ്യസ് ആണ് അല്ലെ. മത്സര പരീക്ഷയിൽ ടൈം ഈസ് വെരി പ്രീഷ്യസ്. ടൈം മാനേജ്മെന്റ് ആണ് പഠനത്തെക്കാൾ ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരു പക്ഷേ ഇത് രണ്ടും ഒക്കെ വായിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ടൈം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആസ് എ സ്റ്റുഡന്റ്, ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് യു ക്യാൻ സെലക്ട് മലയാളം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എക്സാമിനേഷന്റെ സെന്റേഴ്സിന്റെ ചോയ്സസ് ആണ്. 4 സെന്റേഴ്സ് വരെ നമുക്ക് ചോയ്സ് ഉണ്ടാവാം. ഏറ്റവും അടുത്ത സെന്ററുകൾ, കംഫർട്ടബിൾ ആയ സെന്ററുകൾ ഒക്കെ ചൂസ് ചെയ്യാം. പിന്നെ ഈ വർഷം എന്തുണ്ട്, നമുക്കറിയുന്ന പോലെ വിദേശ രാജ്യങ്ങളിലും സെന്റേഴ്സ് ഉണ്ട്. അപ്പോ വിദേശത്താണ് കുട്ടി താമസിക്കുന്നത്, കേരളത്തിലാണ് കുട്ടി പരീക്ഷ എഴുതുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലുള്ള ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് വരുന്ന മെസ്സേജും അവർക്ക് വരുന്ന OTP തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതായിരിക്കും ഏറ്റവും ഉചിതമായിരിക്കുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, ഫീസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ജനറൽ വിഭാഗത്തിന് 1700 രൂപയും ജനറൽ EWS OBC NCL വിഭാഗത്തിനൊക്കെ 1600 രൂപയും SC/ST PWD വിഭാഗത്തിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഫീസ് 9500 രൂപയാണ്. നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് ബാങ്കിങ് വഴിയാണ് അപേക്ഷക്ക് ഫീസ് നൽകേണ്ടത്. വിദേശ രാജ്യങ്ങളിലെ സെന്റേഴ്സ് താഴെ കാണിച്ചവയാണ്. ദുബായ്, മസ്കറ്റ്, റിയാദ്, അബുദാബി, ബാങ്കോക്ക്, കൊളംബോ, കാഠ്മണ്ഡു, കൊലാലംപൂർ, ലാഗോസ്, മനാമ തുടങ്ങിയുള്ള രാജ്യങ്ങളിലൊക്കെ സെന്റേഴ്സ് ഈ വർഷം 14 വിദേശ സെന്റേഴ്സ് ഈ വർഷം നിലവിലുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട്. സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിൽ CBSE സ്കൂളിലായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ വെച്ചിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അതൊന്നും കുട്ടികൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവേണ്ട. നന്നായി പഠിച്ച് നല്ല സ്കോർ വാങ്ങി നല്ലൊരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പരീക്ഷയൊക്കെ NTA വളരെ ഭംഗിയായി വളരെ വൃത്തിയായി നടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓൺലൈനിൽ പരീക്ഷ നടത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അതിന് മുതിരാതെ വീണ്ടും 20 ലക്ഷം പേർക്കും അല്ലെ പരീക്ഷ എഴുതുന്ന 20 ലക്ഷം അല്ലെങ്കിൽ 23-24 ലക്ഷം കുട്ടികളൊക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ ഒന്നിച്ച് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയാണ് ഓഫ്ലൈൻ എക്സാം തന്നെയായിട്ട് NTA മുന്നോട്ട് പോകുന്നത്. ഇനി പരീക്ഷയുടെ പാറ്റേൺ എന്ന് പറയുന്നത് എഴുതുന്ന കുട്ടികൾക്കൊക്കെ അറിയാവുന്നതുപോലെ 3 മണിക്കൂറാണ് പരീക്ഷ. 150 ചോദ്യങ്ങളാണുള്ളത്. 720 മാർക്കിലാണ് പരീക്ഷ. പരീക്ഷ ഓഫ്ലൈൻ മോഡാണ്, പെൻ ആൻഡ് പേപ്പർ ആണ്. വളരെ സൂക്ഷിച്ചു വേണം ചെയ്യേണ്ടത്. കാരണം ഒരു ഉത്തരം നമ്മൾ തെറ്റായി മാർക്ക് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരും. ശരിയായ ഉത്തരത്തിന് 4 മാർക്കും തെറ്റായ ഒരു ഉത്തരത്തിന് -1 മാർക്കുമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് സംസാരിച്ചപ്പോൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, അവന് 4 എണ്ണം മാർക്ക് ചെയ്തതിന് ശേഷമാണ് അവന്റെ നമ്പർ മാറിപ്പോയി എന്ന് മനസ്സിലായത്. അതോടുകൂടി അവൻ ആകെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ആ വർഷം അഡ്മിഷൻ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നൊക്കെയുള്ള ദുഃഖമൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. അതുപോലെ ഫിസിക്സിലെ 45 ചോദ്യങ്ങൾ, കെമിസ്ട്രിയിൽ 45 ചോദ്യങ്ങളും, ബയോളജിയിൽ നിന്ന് 90, അതായത് ബോട്ടണിയിൽ നിന്ന് 45ഉം സുവോളജിയിൽ നിന്ന് 45 വീതം ചോദ്യങ്ങളും, അങ്ങനെ 360 മാർക്ക്, ആകെ 720 മാർക്കിലാണ് പരീക്ഷ നടത്തപ്പെടുന്നത്.
ഇനി അതുപോലെ നമുക്ക് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തില് നീറ്റ് ക്വാളിഫിക്കേഷൻ, അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക് 50th പെർസെന്റേജിലാണ്. അതായത് പരീക്ഷ എഴുതുന്ന 50% കുട്ടികളുടെ മാർക്ക് ഏതിലാണോ വരുന്നത്, ഏത് റേഞ്ചിലാണോ വരുന്നത്, അതാണ് നമ്മുടെ 50th പെർസെന്റേജ് എന്ന് പറയുന്നത്. അത് OBC വിഭാഗങ്ങൾക്ക് 40th പെർസെന്റേജ് മതി, SC/ST വിഭാഗങ്ങൾക്ക് 40th പെർസെന്റേജ് മതി. അതായത് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത EWS വിഭാഗത്തിൽ അല്ലെങ്കിൽ PWD വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് അത് 45% മതി. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ചില കോഴ്സുകൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ട്. ഉദാഹരണം വിദേശത്തിന് MBBS പഠിക്കാൻ പോകുന്ന കുട്ടി, അവർക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നേ കണ്ടീഷനുള്ളൂ. നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. ഈ മാർക്ക് ഉള്ളത് കൊണ്ട് നീറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞ കോഴ്സുകൾക്ക് നമുക്ക് അപേക്ഷിക്കാനുള്ള അർഹതയുണ്ട്. അതാണ് നീറ്റ് ക്വാളിഫയിങ് പെർസെന്റേജ് അല്ലെങ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കേരളത്തിൽ നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പോകാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമുക്ക് കീമുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. വളരെ വിശദമായി ആ ക്ലാസ്സിനകത്ത് ഇതൊക്കെ പറഞ്ഞതാണ്. കേരളത്തിൽ കീം പരീക്ഷയുടെ അല്ലെങ്കിൽ കീം പ്രവേശനം, അതായത് കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന 4 തരത്തിലുള്ള കോഴ്സുകളിലേക്ക് നമുക്ക് പ്രവേശനം നേടാം. ഏതൊക്കെയാണ്? എഞ്ചിനീയറിംഗ്, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ഫാർമസി, ആർക്കിടെക്ചർ. ഈ 4 വിഭാഗം കോഴ്സുകളിലേക്കും നമ്മൾ താല്പര്യപ്പെടുന്നു, കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കീമിന് അപേക്ഷിക്കണം. കീമിന് അപേക്ഷിച്ചാൽ മെഡിക്കൽ അലൈഡ് മേഖലയിലെ കോഴ്സുകൾ, അതായത് MBBS, BDS, BAMS, BHMS, അഗ്രികൾച്ചർ തുടങ്ങിയുള്ള എല്ലാ കോഴ്സുകളിലേക്കും കേരളത്തിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ നീറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. കീം വഴിയാണ് അപേക്ഷിക്കുന്നത്. അതായത് കേരളത്തിലെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഇടം പിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? നീറ്റ് പരീക്ഷ എഴുതണം, കീമിന് അപേക്ഷിക്കണം. അപ്പൊ ഈ 2 അപേക്ഷകളും കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കീമിന്റെ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അപേക്ഷിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ കാണുന്ന ഈ ലിസ്റ്റ് ചെയ്ത MBBS, BDS, BHMS തുടങ്ങിയുള്ള BVSC ആൻഡ് HV, വെറ്റിനറി സയൻസ്, ആനിമൽ ഹസ്ബൻഡറി, ഫോറസ്ട്രി, ഫിഷറീസ് തുടങ്ങിയുള്ള കോഴ്സുകളിലാണ് നമുക്ക് നീറ്റ് വഴിയുള്ള പ്രവേശനം. കീം വഴിയാണ് പ്രവേശന റാങ്കിങ്ങും അതുപോലുള്ള പ്രവേശന രീതിയും കേരളം കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം 14 ഗവൺമെന്റ് കോളേജ്, അതായത് എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് കോളേജുകളുണ്ട്. സൗകര്യത്തിന്റെ അഭാവമൊക്കെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും. എന്നാലും നിങ്ങൾ അവിടെ പഠിച്ചാൽ നിങ്ങളുടെ MBBS സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് നിർബന്ധമായും അല്ലെങ്കിൽ തീർച്ചയായിട്ടും തന്നിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ നോക്കുകയെ ഇതിനകത്ത് കണ്ടില്ലേ ഗവൺമെന്റ് ഫീസ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലാണെങ്കിൽ നമ്മുടെ ഫീസ് 23,150 രൂപ, 23,000 റുപ്പീസ് അല്ലേ, നിയർലി 25,000 എടുക്കാം നമുക്ക്. അതേസമയം നമ്മൾ കുറച്ച് പഠിക്കാൻ അല്ലെങ്കിൽ കുറച്ച് റാങ്ക് പുറകിലേക്ക് പോയാൽ നമ്മുടെ ഫീസ് എത്രയായി മാറി നോക്കിക്കേ, 8.1 lakh ആണ്. അത് 8.1 lakh എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ ഫീസാണ്. ഒരു പക്ഷേ ഈ വർഷം അതിനേക്കാൾ വർദ്ധിച്ചേക്കാം. അപ്പൊ ഫീസിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അപ്പൊ എത്രമാത്രം സ്റ്റുഡിയസ് ആയിട്ട് എത്രമാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതേപോലെ NRI സീറ്റിലേക്ക് വരികയാണെങ്കിൽ 22.74 ലക്ഷമാണ് കഴിഞ്ഞ വർഷത്തെ ഫീസ്. ഈ വർഷം അതിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുപോലെ നമ്മൾ എയിംസിലേക്ക്, എല്ലാ വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്ന ക്യാമ്പസുകളാണ് എയിംസ് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാവുന്ന സ്ഥാപനമാണ് എയിംസുകൾ. പ്രത്യേകിച്ചും എയിംസ് ഡൽഹി ഏറ്റവും മികച്ച റിസർച്ച് അന്തരീക്ഷം കൂടി നിലനിൽക്കുന്ന സ്ഥാപനമാണ്. എയിംസ് ഡൽഹിയിലൊക്കെ നമുക്ക് പഠിക്കാൻ നമുക്ക് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം AFMC ആണ്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലെ സ്റ്റേജ് 1. എന്താ ഈ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാല്? അതായത് നമുക്കറിയാം അവിടെ 145 സീറ്റാണ്, ആകെ 150 സീറ്റാണ്. അതിൽ 5 സീറ്റ് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലെ കുട്ടികൾക്കുള്ളതാണ്. ബാക്കി 145 സീറ്റിൽ 115 സീറ്റ് ആൺകുട്ടികൾക്കും 30 സീറ്റ് പെൺകുട്ടികൾക്കാണുള്ളത്. അപ്പൊ ഇതിനകത്ത് 115 സീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതിനൊരു 10 ഇരട്ടി, ഒരു 1100 അല്ലെങ്കിൽ 1110 ഒക്കെ കുട്ടികളെ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് നമ്മൾ നീറ്റ് കൗൺസിലിങ്ങിന് അപേക്ഷിക്കുമ്പോൾ AFMC താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ യെസ് പറഞ്ഞാല് നമ്മളൊരു ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ലിസ്റ്റ് ചെയ്യും.
ഏകദേശം ഒരു 1000 ചില്ലാനം ബോയ്സിനെയും ഒരു 300ഓളം ഗേൾസിനെയാണ് അതിനകത്ത് ലിസ്റ്റ് ചെയ്യാം. ഈ ലിസ്റ്റ് ചെയ്ത കുട്ടികളെ ഇപ്പൊ ജൂലൈ ഫസ്റ്റ് വീക്കിലാണല്ലോ നമ്മുടെ കൗൺസിലിംഗ് ആരംഭിക്കുന്നത്. അതായത് ജൂലൈ 3rd വീക്കിലൊക്കെ ആയിരിക്കും. ഏകദേശം ഒരു ഓഗസ്റ്റ് മാസത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, AFMC നമ്മളെ ടോയ്ലർ ടെസ്റ്റിന് വിളിക്കും. ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ലോജിക് റീസണിങ്. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ വിളിക്കും. അപ്പൊ 720 മാർക്കിന്റെ കൂടെ 80 മാർക്ക് ടോയ്ലറും കൂടി കൂട്ടി 800-ലാക്കും. ഈ 800-ലെ മാർക്ക് വീണ്ടും 200-ലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റും ഒരു ഇന്റർവ്യൂ ഒക്കെ ചേർന്ന് 50 മാർക്ക്, അങ്ങനെ 250 മാർക്കിന് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും വളരെ തെറോ ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ, അത് നമ്മുടെ കണ്ണാവാം, നമ്മുടെ മൂക്കാവാം, നമ്മുടെ പല്ലാവാം, നമ്മുടെ കിഡ്നി ആവാം, നമ്മുടെ കരളാവാം, നമ്മുടെ ബ്ലഡ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ കംപ്ലീറ്റ് ഹെൽത്തി പേഴ്സൺ ആണ് എന്ന് ചെക്ക് ചെയ്യുന്നത്. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അവര് നോ പറഞ്ഞാൽ നമ്മൾ നോ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറിലൂടെ കടന്നു വന്നിട്ട് വേണം AFMCയിൽ. ഇപ്പൊ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ നല്ല താല്പര്യമുള്ളത് കൊണ്ട് AFMC എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ഈ കാണിച്ച മാർക്കാണ്. പക്ഷെ അതിന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ വർഷം മാർക്കല്ലല്ലോ, നമുക്കറിയാലോ. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 720-ൽ 720 ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച മാർക്ക് വന്നത് 686 ആണ്. അപ്പൊ അതിനനുസരിച്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള വേരിയേഷനും ഉണ്ടായേക്കാം. അപ്പൊ AFMCയുടെ ആദ്യഘട്ടത്തിലേക്കുള്ള സെലക്ഷനും നീറ്റ് പരീക്ഷ വഴിയാണ്. അതിനുശേഷം ടോയ്ലറും സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റിനൊക്കെ ശേഷം മെഡിക്കൽ എക്സാമിനേഷനൊക്കെ ശേഷമാണ് AFMCയിലെ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. ഇനി അതേപോലെ കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ കോട്ട ഏകദേശം എത്ര റാങ്കിൽ വന്നാൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഏകദേശം പറയാവുന്നത് ഒരു 27,000. കഴിഞ്ഞ വർഷത്തെ സ്ട്രേ വേക്കൻസി ഞാൻ നോക്കിയിട്ടില്ല. അതിന് മുമ്പുള്ള ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയർ പ്രകാരം ഒരു 27,000-ന്റെ ഉള്ളിലൊക്കെ റാങ്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റിൽ ലഭ്യമാവും. OBC വിഭാഗത്തിലാണെങ്കിലും അത്ര തന്നെ റാങ്ക്. EWS ആണെങ്കിൽ 30,000-ന് ഏകദേശം വരും. SC വിഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു 130, 1,39,000-ന്റെ അടുത്തൊക്കെ വരും. ഇത് നോർമലി കഴിഞ്ഞ വർഷത്തെ ഡാറ്റ വെച്ചിട്ട് പറയാണ്. പലപ്പോഴും ചോദിക്കും, മിസ് എനിക്ക് എത്ര റാങ്കിന്റെ ഉള്ളിൽ വന്നാൽ കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അത് ഏകദേശം ഒന്ന് നോക്കി വെച്ച് പറയുകയാണെന്ന് മാത്രം. ഓക്കെ. ഇനി കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ പേരുകൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതേസമയം കേരളത്തിൽ ഒരു മെഡിക്കൽ സീറ്റ് മെറിറ്റ് സീറ്റിലേക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് 1000-ൽ താഴെ റാങ്ക് വേണം. അത് മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ 2,394-ഉം ഈഴവ വിഭാഗത്തിലാണെങ്കിൽ 2,409 ആണ് റാങ്ക് കഴിഞ്ഞ വർഷം വന്നേക്കുന്നത്. അതേസമയം സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 10,841-ലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾ നോക്കൂ, BDSലേക്ക് വരികയാണെങ്കിൽ 32,494-ആണ്. അപ്പൊ കുറച്ച് മാർക്ക് കുറഞ്ഞാലും ഫീസ് കുറവായിട്ട വിധത്തിൽ നമുക്ക് BDS കോഴ്സ് പഠിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ. BDS പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ടെന്ന് പറയാൻ മാത്രം. കാരണം വളരെ കുറഞ്ഞ ഫീസിൽ, നിങ്ങൾക്ക് അറിയാം സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസ് നോക്കൂ 3.5 ലക്ഷമാണ്. ഇത്രയും കുറഞ്ഞ ഫീസില് ഒരു BDS കോഴ്സൊക്കെ പഴയ കാലത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അല്ല, പഴയ കാലത്തെ പൈസയുടെ മൂല്യം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ BDS കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഗവൺമെന്റ് കോളേജുകൾ 6 എണ്ണാണുള്ളത് കേരളത്തിൽ. അതിനനുസരിച്ചുള്ള പഠനവും അതുപോലെ പലപ്പോഴും നമ്മൾ MBBS ലഭിച്ച, പക്ഷെ ഓൾട്ടർനേറ്റ് ഒരു സ്പെഷ്യാലിറ്റി കേഡറാണ്. BDS മറ്റു മോശമാണെന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു സ്പെഷ്യാലിറ്റി കേഡറാണ്. അവിടെ സ്കില്ല് പ്രധാനമാണ്, ആറ്റിറ്റ്യൂഡ് പ്രധാനമാണ്, പിന്നെ അതിനകത്ത് സ്പെഷ്യലൈസേഷൻ ഏറ്റവും പ്രധാനമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ കരിയറിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വെറ്റിനറി കൗൺസിലിംഗ്, വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി കോഴ്സിലേക്ക് വരികയാണെങ്കിൽ 2 കോളേജുകളാണുള്ളത്. പ്രൈവറ്റ് കോളേജുകൾ ഒട്ടുമേ ഇല്ല. ഇന്ത്യയിൽ തന്നെ വളരെ കുറഞ്ഞ എണ്ണം പ്രൈവറ്റ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, MCC അല്ല വെറ്റിനറിയുടെ കൗൺസിലിംഗ് നടത്തുന്നത്, ഓൾ ഇന്ത്യ കോട്ട സീറ്റിലേക്ക് നടത്തുന്നത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അതേസമയം കേരളത്തിലെ കൗൺസിലിംഗ് ആര് തന്നെയാണ് നടത്തുന്നത്, കൺട്രോൾ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. കീം പരീക്ഷ വഴിയാണ് പ്രവേശനം നടത്തുന്നത്. ഇനി അതുപോലെ ആയുഷ് കോഴ്സുകളിലേക്ക് വരികയാണെങ്കിൽ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി പോലെയുള്ള കോഴ്സുകളിലേക്കൊക്കെ പ്രവേശനം, കേരളത്തിലെ പ്രവേശനം കീം അടിസ്ഥാനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടത്തുന്നതെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് നടത്തുന്നത് ആയുഷ് കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. 3 ഗവൺമെന്റ് കോളേജുകളാണ് ഉള്ളത്. എയ്ഡഡ് കോളേജുകൾ 2 എണ്ണം ഉണ്ട്.
അതുപോലെ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്കൊരു മെഡിക്കൽ കോഴ്സ് പഠിക്കാനുള്ള സാധ്യതയാണ് ഹോമിയോ കോഴ്സ് വഴി നമുക്ക് ലഭ്യമാവുന്നത്. ഇനി സിദ്ധ, ഒറ്റ കോളേജിൽ മാത്രമേ സിദ്ധ പഠിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ശാന്തിഗിരി കോളേജ് തിരുവനന്തപുരമാണ്. ശാന്തിഗിരി സിദ്ധ മഠത്തിന്റെ ഭാഗമായിട്ടാണ് കോഴ്സ് നടത്തുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ തമിഴ് 10ാം ക്ലാസ്സിലോ തമിഴ് പഠിക്കുകയോ അല്ലെങ്കിൽ തമിഴ് സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് ഫസ്റ്റ് പ്രാവശ്യം, അതായത് നമ്മൾ BSMS സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ തമിഴ് കോഴ്സ് പഠിക്കുകയോ വേണം. അതേസമയം യുനാനി മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 10ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ +2 അറബിക്, പേർഷ്യൻ, ഉറുദു പോലെയുള്ള ഭാഷകൾ പഠിച്ചിരിക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്താലും മതിയായിരിക്കും. മർക്കസ് യുനാനി കോളേജാണ്. മർക്കസ് നോളജ് സിറ്റിയിലാണ്, കോഴിക്കോട് പുതുപ്പാടിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾ ഏറ്റവും ആഗ്രഹമുള്ള, പലപ്പോഴും MBBS കഴിഞ്ഞ് വെറ്റിനറി കഴിഞ്ഞിട്ട് വീണ്ടും കുട്ടികൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ വെറ്റിനറിയോടൊപ്പം തന്നെ കുട്ടികൾ ചോദിക്കുന്ന കോഴ്സുകളാണ് അഗ്രികൾച്ചർ കോഴ്സുകൾ. അഗ്രികൾച്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ പരീക്ഷയല്ല, 2 പരീക്ഷ നമുക്ക് പറയാം. ഒന്ന് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. അതേസമയം ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച CUET പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ CUET പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെയും ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ, അതുപോലെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് CUET പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അഗ്രികൾച്ചർ കോഴ്സുകൾ, ഫോറസ്ട്രി കോഴ്സ്, അതുപോലെ ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ തുടങ്ങിയുള്ള കോഴ്സുകളൊക്കെ ഈ മാനദണ്ഡമാണ് പാലിക്കുന്നത്. ഇനി അതുപോലെ അഗ്രികൾച്ചർ കോഴ്സുകളിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 4 ഗവൺമെന്റ് കോളേജുകളാണ് ഉള്ളത്. അതുപോലെ പുതുതായി ആരംഭിച്ച റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ പ്രവേശനം നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ സ്ഥാപനത്തിലേക്ക് നമ്മൾ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. ഉയർന്ന ഫീസോട് കൂടിയാണ് ഈ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പഠനം നടത്തേണ്ടി വരുന്നത്. അതുപോലെ ഫോറസ്ട്രി കോഴ്സിലേക്ക് വരികയാണെങ്കിൽ വളരെ നല്ല ഔട്ട്ഡോർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല സാധ്യതയുള്ളൊരു മേഖലയാണ് ഫോറസ്ട്രി കോഴ്സുകൾ. പ്രത്യേകിച്ചും നമുക്ക് കുറച്ചുകൂടി സബ്ജക്റ്റ് കണ്ടന്റ് ഒക്കെ കുറഞ്ഞതുകൊണ്ട് കുറച്ച് എന്താ പറയാ, സിവിൽ സർവീസ് പോലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പോലെയുള്ള പരീക്ഷകൾക്ക് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഒക്കെ ആയിട്ട് കുട്ടികൾ സെലക്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഫോറസ്ട്രി എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പോവാൻ വളരെ കുറഞ്ഞ എണ്ണം സാധ്യതകളാണ്. ഒരുപാട് സാധ്യത ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ വളരെ എക്സ്ക്ലൂസീവായിട്ട് നല്ല ഓപ്പണിംഗ് തുറന്നു തരുന്ന മേഖലയാണ്. അങ്ങനെയുള്ള മേഖലയിലൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നമുക്കറിയാം മത്സ്യബന്ധനം, പ്രജനനം, കയറ്റുമതി തുടങ്ങിയ മേഖലയിലൊക്കെ പഠനവും റിസർച്ചും അതുപോലെ എന്റർപ്രണർഷിപ്പ് ഒക്കെ ആരംഭിക്കാൻ വളരെ നല്ലൊരു കോഴ്സാണ് ഫിഷറീസ് സയൻസ്. ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് 120 സീറ്റുകൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഓഷ്യൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ലഭ്യമാണ്. ഇനി നമ്മൾ നേരത്തെ അവസാനം പറഞ്ഞ BSc ഓണേഴ്സ് ഇൻ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. അപ്പൊ പലപ്പോഴും വിചാരിക്കും ഈ സയൻസിൽ എന്താണ് ഈ കോർപ്പറേഷൻ ബാങ്കിങ്ങിന്റെ ഒക്കെ കാര്യം എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കോർപ്പറേഷൻ ബാങ്കിങ്ങിന്റെ കൂടെ തന്നെ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് എന്നുകൂടി കോഴ്സിന് പേര് പുതുതായി വന്നിട്ടുണ്ട്. 4 വർഷത്തെ ഹോണേഴ്സ് പ്രോഗ്രാം ആണ്. ഏകദേശം നമ്മുടെ BCom പ്രോഗ്രാം പോലെ തന്നെയാണ്. ഒരുപാട് അവസരങ്ങൾ, പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ലഭിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ്. അത്യാവശ്യം നല്ല സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ്, നമുക്കറിയാം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അല്ലെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം മാറ്റങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. UPSC മാത്രമല്ല UN-ന്റെ ഒക്കെ ധാരാളം എൻവയോൺമെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ഇത്തരം മേഖലയിലൊക്കെ വർക്ക് ചെയ്യാനും അങ്ങനെയുള്ള മേഖല റിസർച്ച് നടത്താനൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക്, അതുപോലെ വെതർ ഫോർകാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ പോവാനൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഒരു പക്ഷെ നല്ല അവസരമായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ് തുറന്നു നൽകുന്നത്. ഇനി നമുക്ക് പറയാവുന്ന BTech ബയോടെക്നോളജി, ബയോളജിയുടെയും ടെക്നോളജിയുടെയും ഒരു ഇന്റഗ്രേഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാം ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആകുമ്പം, റിസർച്ച് ഓറിയന്റഡ് സബ്ജക്റ്റ് ആകുമ്പം ഒരു ഡിഗ്രി കൊണ്ട് മാത്രം നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തുടർ പഠനം ഇഷ്ടമുള്ള കുട്ടികൾക്ക് BTech ബയോടെക്നോളജി തിരഞ്ഞെടുക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, സാധാരണഗതിയിൽ BTech കോഴ്സുകൾ പഠിക്കാൻ നമുക്ക് എന്ത് വേണം, മാത്തമാറ്റിക്സ് പഠിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെ PCB ആണ് എൻട്രൻസിന് എഴുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് BTech ബയോടെക്നോളജിയിലേക്ക് നമ്മൾ പ്രവേശനം നൽകുന്നത്. പക്ഷേ
റിസർച്ച് മേഖലയിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഒക്കെ മേഖലയിലേക്ക് പോകുമ്പോൾ ബിടെക് ബയോടെക്നോളജിയിൽ മാത്തമാറ്റിക്സിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് റിസർച്ച് മേഖലയിൽ പോവുകയും അതോടൊപ്പം മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആയിരിക്കും ബിടെക് ബയോടെക്നോളജി എടുക്കുന്നത് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. എന്റെ ഇഷ്ടം ഇതാണ്, എന്റെ താല്പര്യം ഇതാണ്, ഞാൻ കൃത്യമായി പ്ലാനോട് കൂടിയാണ് പോണത് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മള് വിദേശ രാജ്യങ്ങൾക്ക്, പൊതുവെ കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ MBBS പഠിക്കുക എന്നുള്ളത് വലിയ സ്വപ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ MBBS പഠിക്കാൻ പോകുന്ന ഒരു പ്രവണത നമ്മൾ പൊതുവെ കണ്ടുവരാറുണ്ട്. നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണെങ്കിൽ, പ്രത്യേകിച്ചും ചൈന, ഫിലിപ്പൈൻസ്, ഉക്രൈൻ, കസാക്കിസ്ഥാൻ, റഷ്യ, മാൽഡീവ്സ് തുടങ്ങിയുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളം കുട്ടികൾ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളം കുട്ടികൾ MBBS കോഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കാൻ പോകുന്ന സ്ഥാപനം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നിഷൻ ഉള്ള ലിസ്റ്റിൽ പെട്ട സ്ഥാപനമാണോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ 3 വർഷത്തേക്കാണ് നമ്മുടെ നീറ്റ് വാലിഡിറ്റി ഉണ്ടാവുക. അപ്പൊ ഈ വർഷം പരീക്ഷ എഴുതിയാൽ 26 പരീക്ഷ എഴുതി 29 വരെ വാലിഡിറ്റി ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ കുട്ടികൾ പറയും ഞാൻ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് പോരും, ഇവിടുന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം നഷ്ടപ്പെടും. ആ രാജ്യത്ത് പോയി നമ്മൾ താമസിക്കേണ്ട ചെലവും 1 വർഷം കൂടി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മൾ തളരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറും. അതുകൊണ്ട് നീറ്റ് ക്വാളിഫൈ ചെയ്തതിനു ശേഷം മാത്രം അത്തരം രാജ്യങ്ങളിലേക്ക് പോയി പഠനം നടത്താൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, പഠിക്കുക എന്നതിലുപരിയായിട്ട് നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യണമെങ്കിൽ തിരിച്ച് നമ്മൾ വന്നാൽ എന്ത് ചെയ്യണം, FMG എന്ന് പറഞ്ഞ ഒരു പരീക്ഷ ക്വാളിഫൈ ചെയ്യണം. ആ പരീക്ഷ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള റെക്കഗ്നിഷൻ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് FMG ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാർ നിങ്ങളുടെ യോഗ്യത +2 തന്നെ ആയിരിക്കും. നിങ്ങൾ പഠിച്ച രാജ്യത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു അപ്പൊ അതുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും അതിനനുസരിച്ച് സിലബസ് അപ്ഡേറ്റ് ചെയ്യാനും പഠിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. സാധാരണഗതിയിൽ വളരെ പാസ് പെർസെൻറ്റേജ് കുറവാണ്. പക്ഷെ അതേസമയം നല്ല മികവും നല്ല അക്കാഡമിക് എക്സലൻസും കാണിക്കുന്ന കുട്ടികൾ ഇത്തരം പരീക്ഷകൾ പാസ്സായി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ വിദേശത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം അവിടെ മദർ ടങ്ക് വേറെ ഭാഷയായിരിക്കും. അപ്പൊ ആ രാജ്യത്ത് ആ ഭാഷയിലായിരിക്കും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ആണ് മീഡിയം ആയിട്ടുള്ള കോളേജുകളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആയിട്ടുള്ള കോളേജുകളിൽ ഹയർ സ്റ്റഡീസ് നടത്തിയാൽ അല്ലെങ്കിൽ MBBS പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതേസമയം US UK പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടേക്കുള്ള രീതി വേറെയാണ്. നമ്മുടെ നീറ്റ് കൊണ്ട് കാര്യമില്ല, അവിടേക്ക് നമ്മൾ വേറെ ടെസ്റ്റ് എഴുതിയിട്ട് പോകണം. മാത്രമല്ല അവിടെ വളരെ കൂടുതൽ ഫീസ്, നമ്മുടെ NRI കോട്ട ഫീസിനേക്കാൾ വളരെ വലിയ ഫീസാണ് നമ്മൾ നൽകേണ്ടത്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, നീ MBBS കഴിഞ്ഞിട്ടാണ് അവിടെ പോകണമെങ്കിലും അവിടെ ക്വാളിഫയിങ് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ ഡോക്ടറായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ രാജ്യങ്ങളിലെയും രീതിയും അവിടുത്തെ പ്രവേശന രീതിയും അതോടൊപ്പം അവിടുത്തെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ആ രാജ്യത്തിന്റെ പ്രത്യേകത അനുസരിച്ചുള്ള പരീക്ഷയും അതുപോലെ എൻട്രൻസുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനും അതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായതിനു ശേഷം മാത്രമേ വിദേശ MBBSന് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുള്ളൂ. ഇനി നീറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ്, അതായത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു പരീക്ഷ എഴുതി NTA ഉത്തരവാദിത്വം എന്താണ്, NTA ഉത്തരവാദിത്വം നീറ്റ് പരീക്ഷ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ്. നീറ്റ് പരീക്ഷ ഇപ്പൊ CUT പരീക്ഷ നടത്തുന്നത് പോലെ തന്നെയാണ്. പരീക്ഷ നടത്തിയാൽ NTA ആ ഒരു ഉത്തരവാദിത്വം അവസാനിച്ചു. പിന്നീട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് 2 വിധത്തിലുണ്ട്. ഒന്ന് എന്താണ്, ഓൾ ഇന്ത്യ കൗൺസിലിംഗും ഒന്ന് സ്റ്റേറ്റ് കൗൺസിലിംഗും. നമുക്കറിയാലോ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടത്തുന്നത് MCC ആണ് അല്ലെ. MCCയുടെ വെബ്സൈറ്റിൽ നമ്മുടെ റാങ്ക് വരുന്നു, അതിനനുസരിച്ച് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നു, അദ്ദേഹം ചെയ്യുന്നത്. അതേസമയം സ്റ്റേറ്റ് കൗൺസിലിംഗിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കീമിന്റെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ കീം കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ പറയുന്ന സമയത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെതായ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതായത് കേരള ഡൊമിസൈലുള്ള അല്ലെങ്കിൽ കേരള നേറ്റീവായ കുട്ടികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് കൗൺസിലിംഗ് നടത്തപ്പെടുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടത്തുന്നത് MCC ആണെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ്? ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും പ്രവേശനം നൽകുന്നത് ഏത് വഴിയാണ്?
MCC കൗൺസിലിംഗ് വഴിയാണ്. MBBS, BDS, BSc നഴ്സിംഗ് സീറ്റുകളിലൊക്കെ എയിംസിലേക്കും ജിപ്മറിലേക്കും ESI കോട്ടയിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്കും AFMCയുടെ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ പൂർണ്ണമായിട്ടും MCC വഴിയാണ് പ്രവേശനം നൽകുന്നത്, അല്ലെങ്കിൽ പ്രവേശനമല്ല, അതിന്റെ പ്രൊസീജിയർ നടത്തപ്പെടുന്നത്. ഓക്കെ, പ്രവേശനം നമ്മൾ അതാത് കോളേജിൽ പോയിട്ട് തന്നെ ഫീസ് അടയ്ക്കുകയും അവിടെ പ്രവേശനം നേടുകയും നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ അവിടെ നടത്തണം. അപ്പൊ പ്രത്യേകിച്ചും റിസർവേഷനൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ റിസർവേഷൻ വാലിഡ് അല്ലേ എന്നുള്ളതും, OBC NCL അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളത് തഹസിൽദാർ തന്നെ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് അല്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി അതുപോലെ നമുക്ക് നാഷണൽ MCCയുടെ വെബ്സൈറ്റ് ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. കേരള സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 4 തരത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ട്. എഞ്ചിനീയറിംഗിന് എൻട്രൻസ് പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതിയതിനു ശേഷമാണ് അലോട്ട്മെന്റ് പ്രൊസീജിയർ നടക്കുന്നത്. ഫാർമസിക്ക് എന്തുണ്ട്? പരീക്ഷ നമ്മൾ എഴുതണം. ഫാർമസിക്ക് പ്രത്യേക റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ പ്രത്യേക റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. മെഡിക്കൽ കോഴ്സുകൾക്കാണ് ആദ്യഘട്ടത്തില് നമ്മുടെ സ്റ്റേറ്റില് അലോട്ട്മെന്റ് നടക്കുന്നത്. പിന്നീടാണ് ആയുഷ് കോഴ്സുകൾക്ക് പ്രവേശനം നടത്തുന്നത്. രണ്ടും ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. പക്ഷെ ആയുർവേദത്തിന് സംസ്കൃതം പഠിച്ച കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, കാരണം അവർക്ക് പ്രിഫറൻസ് കൂടുതലുണ്ട്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കും പ്രവേശനം അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തുന്നത് ആരാണ്? എൻട്രൻസ് കമ്മീഷൻ വഴിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതായത് കേരള സ്റ്റേറ്റ് കൗൺസിലിംഗിലേക്ക് വരികയാണെങ്കിൽ ഈ 4 കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സും ഒറ്റ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ് ഞാൻ ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള ലിങ്ക് ആണ് നൽകിയേക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്ക് ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി പോലെയുള്ള കോഴ്സുകള് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ട് ആയുഷ് കൗൺസിലിംഗ് നമ്മൾ അപ്പിയർ ചെയ്യണം. ആ കൗൺസിലിംഗിന് അപ്പിയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്ക്, ആയുഷ് കോഴ്സുകളിലേക്ക് നമ്മളെ പരിഗണിക്കപ്പെടുന്നത്. അതേ സമയത്ത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കൗൺസിലിംഗിലാണ് നമ്മൾ ഓൾ ഇന്ത്യ കോട്ട വെറ്റിനറി സീറ്റിലേക്ക് നമ്മൾ പരിഗണിക്കപ്പെടുന്നത്. ഇപ്പോൾ ഓരോന്നും വ്യത്യസ്തമാണ്, വ്യത്യസ്തമായ അഡ്മിഷൻ പ്രൊസീജിയറുകളാണ്, ഒരൊറ്റ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. ഇനി ഇതൊന്നുമല്ല, എനിക്ക് എന്ത് ചെയ്യണം? കർണാടകയിലെ, തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റിൽ നമ്മൾ ഒന്നും ചെയ്യില്ല, MCC വഴി നീറ്റ് പരീക്ഷ എഴുതാൻ MCC വഴി അപേക്ഷിച്ചാൽ മാത്രം മതി. അതേസമയം എനിക്ക് കർണാടകയിലെ മാനേജ്മെന്റ് സീറ്റ് വേണം എന്നാണ് നമ്മുടെ ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ കർണാടകയുടെ കൂടെ അപേക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തമിഴ്നാടിൻ്റെത് ഒരു പക്ഷേ റിസൾട്ട് വിളിച്ചിട്ടില്ല, വരുമായിരിക്കും. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി ശ്രദ്ധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാന്? മെഡിക്കൽ അഡ്മിഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവേണ്ടത്. കർണാടകയില് മെഡിക്കൽ മാത്രമല്ല, നഴ്സിംഗും ഈ ഒരു സമയത്ത് ഞാൻ പ്രത്യേകം പറയാണ്, നഴ്സിംഗും കുട്ടികൾ ചോദിക്കും. അപ്പൊ നമുക്കറിയാം, നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നഴ്സിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം നൽകേണ്ടത്. അപ്പൊ അതുകൊണ്ട് കർണാടക നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് BSc നഴ്സിംഗിന് കർണാടകയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എഴുതണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ ബാംഗ്ലൂർ, മൈസൂർ, മംഗലാപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കാറുണ്ട്. അവര് ഈ പരീക്ഷ എഴുതണം, കർണാടക നടത്തുന്ന എൻട്രൻസ് പരീക്ഷ എഴുതണം. എഞ്ചിനീയറിംഗിന് പോവുകയാണെങ്കിലും മാനേജ്മെന്റ് സീറ്റ്സ് ആണെങ്കിലും നമ്മൾ അവിടുത്തെ പരീക്ഷ എഴുതണം. പക്ഷെ അതേസമയം കർണാടകയിലെ മെഡിക്കൽ സീറ്റിലാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഏതാണ്? നീറ്റ് പരീക്ഷ എഴുതണം, കർണാടകയിൽ നമ്മൾ അപേക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പൊ കാരണം നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്, പക്ഷെ അപേക്ഷ നമ്മൾ നേരത്തെ സമർപ്പിച്ചിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു പരീക്ഷാ സംബന്ധിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും അർത്ഥത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വളരെ എക്സ്പേർട്ടായി നിരവധിയായ ലേഖനങ്ങൾ എഴുതുകയും നിരന്തരം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിജിയുടെ മറ്റ് അംഗങ്ങളും അതുപോലെ ഹയർ സെക്കൻഡറി മേഖലയിലെ വിവിധ എക്സ്പേർട്ടുകളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സെൽഫ് ഫൈനാൻസിലേക്ക് എത്ര എമൗണ്ട് വരുന്നത് മെഡിക്കലിന്? എവിടെ? KMCT, MES അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഒരു 8-നും 10-നും ഇടയിൽ പെർ ഇയർ. ലക്ഷം. അതെ അതെ.
ലക്ഷം 10 ലക്ഷത്തിന്റെ ഇടയിൽ ആവറേജ് ആയ എമൗണ്ട് വരുന്നത് ആ അല്ലേ? അതെ അതെ അതെ. ഓരോ കോളേജിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ വർഷം പറഞ്ഞിരുന്നോന്ന് എനിക്കറിയില്ല, എനിക്ക് ഇടയ്ക്കൊന്ന് ഫോൺ ഓഫ് ആയിരുന്നു. ഈ വർഷം മുതൽ ഫിസിയോതെറാപ്പിയും നീറ്റിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് വായിച്ചിരുന്നു. അപ്പൊ അത് ഫിസിയോതെറാപ്പി നീറ്റിന്റെ അണ്ടറിൽ മാത്രമേ ഈ വർഷം അഡ്മിഷൻ ഉള്ളൂ? അതിനെ കുറിച്ചൊന്ന് പറയുമോ? എങ്ങനെയാ അത്? ഫുൾ കോളേജും ലിസ്റ്റഡ് ആവുമോ? അത് നാഷണൽ കൗൺസിൽ ഫോർ അഡൽട്ട് ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. ഈ അലൈഡ് ഹെൽത്ത് പ്രോഗ്രാം ഒക്കെ നീറ്റിന്റെ അണ്ടറിൽ വരണമെന്നൊരു ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷെ നീറ്റ് പരീക്ഷയുടെ നീറ്റ് പരീക്ഷ കോൾ ഫോർ ചെയ്തപ്പം ആ നിർദ്ദേശം അതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. നിലവിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതായത് ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സുകൾക്ക് നീറ്റ് മാനദണ്ഡം എന്ന നിർബന്ധം വന്നിട്ടില്ല. പക്ഷെ നീറ്റിന്റെ അടിസ്ഥാനത്തിൽ നടത്തണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. മിസ്സേ, എന്റെ സിസ്റ്റർ 9th പഠിക്കുന്നത്. അപ്പോൾ നീറ്റ് എക്സാം എഴുതാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോഴേ കോച്ചിങ് എടുക്കണോന്ന് ഒരു ഇതുണ്ട്. ഇപ്പോഴേ കോച്ചിങ് എടുക്കണോ അതാ +1 പ്രിപ്പയർ ചെയ്താൽ മതിയോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 9th ഇപ്പൊ 10th. നമുക്കറിയാം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം വളരെ അധികമാണ് അല്ലെ. ഒരു 20-25 ലക്ഷം കുട്ടികളാണ്. അപ്പൊ ഇതിനകത്ത് ഏജ് ലിമിറ്റ് കൂടി ഇല്ലാത്തത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം അതിനേക്കാൾ കൂടുതലാണ്. അതായത് നമ്മൾ സാധാരണ ഒരു വർഷം ഒരു 5-10 ലക്ഷം കുട്ടികളാണ് +2 പാസ്സാകുന്നെങ്കിൽ ഒരു 2 ലക്ഷം കുട്ടികളൊക്കെ ഒരു വർഷം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പൊതുവെയുള്ള ഒരു ഔദ്യോഗികമല്ലാത്ത കണക്ക്. അപ്പൊ അതുകൊണ്ട് ഫൗണ്ടേഷൻ ശക്തമാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ചും ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റുകള് റാങ്കിങ്ങിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം 360 മാർക്കിനാണ് ബോട്ടണി, സുവോളജി വരുന്നത്. ദെൻ പിന്നെ 45 ക്വസ്റ്റ്യൻ ഉള്ള കെമിസ്ട്രി. അപ്പൊ അതിനകത്ത് ഫുള്ള് വാങ്ങിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മികച്ച സ്കോറിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഫിസിക്സിനൊക്കെ നല്ല ബേസ് ഉണ്ടാവണം. അതുപോലെ കെമിസ്ട്രി പോലുള്ള സബ്ജക്ട് നല്ല ബേസ് ഉണ്ടാവണം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഫൗണ്ടേഷൻ എന്നുള്ള നിലക്ക് എപ്പോഴും കുട്ടികൾക്ക് തുടക്കത്തിൽ തന്നെ, അതായത് വളരെ ചെറിയ ക്ലാസ്സുകൾ തന്നെ ഐഡിയ ഉണ്ടാവുകയും അതിനനുസരിച്ച് കൃത്യമായ പ്രിപ്പറേഷൻ നടത്തുന്നതും ഏറ്റവും നന്നായിരിക്കും. ഓക്കെ. പ്രത്യേകിച്ചും മാത്തമാറ്റിക്കൽ ഓറിയന്റേഷൻ ഉള്ള സബ്ജക്റ്റുകള്, ഫിസിക്സ് മാത്രമല്ല, മാത്തമാറ്റിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഒക്കെ അതിനൊരു സബ്ജക്ട് ബേസ് ഉണ്ട്. അത് ക്ലിയർ ആയിട്ട് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പോവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയലില്ലേ, അതുപോലെ നമ്മൾ മത്സര പരീക്ഷ തുടങ്ങുന്ന സമയത്ത് ഒരുങ്ങുക എന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മളെ കൂടെ മത്സരിക്കേണ്ട ആൾക്കാർ ഒരുപാട് മുന്നിലെത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ അവർക്ക് ഗൈഡൻസ് നൽകുന്നതും അവരെ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും നന്നായിരിക്കും. പക്ഷെ അതൊരു ബേർഡൻ ആവാതിരിക്കാൻ ശ്രദ്ധിക്കാം. കുട്ടിക്കൊരു ഭാരമാവാത്ത വിധത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ അവർക്ക് ഫൗണ്ടേഷൻ ലഭിക്കുന്ന വിധത്തിൽ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മാർഗങ്ങളിലൂടെ നൽകുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ. ഇനി ഇതിനകത്തുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഏത് കോളേജാണ്, എങ്ങനെയാണ് അഡ്മിഷൻ? അത് നമ്മുടെ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെയാണ് എൻവയോൺമെന്റൽ സയൻസ് കോഴ്സ് നടത്തുന്നത്. അഡ്മിഷൻ പ്രൊസീജിയർ നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. കീം വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപ്പൊ കീമിന്റെ അതായത് നമ്മുടെ മെഡിക്കൽ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുമ്പോൾ അതിനകത്ത് അലോട്ട്മെന്റ് പ്രോസസ്സ് ആരംഭിക്കുന്ന സമയത്താണ് എൻവയോൺമെന്റൽ സയൻസ് പോലെയുള്ള കോഴ്സുകൾ, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കോഴ്സിന് അപേക്ഷിക്കേണ്ടത്. അതായത് നീറ്റ് പരീക്ഷ എഴുതണം, കീമിന് അപേക്ഷിക്കണം, അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കണം. കേരള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് ഫീസിൽ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഗവൺമെന്റ് ഫീസ് എന്ന് പറയുന്നതാണ് 8 മുതൽ 10-12 ലക്ഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ലക്ഷം ഫീസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗവൺമെന്റ് ഫീസിൽ 25,000 അല്ലെങ്കിൽ 25,000 രൂപയാണെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ മെറിറ്റ് സീറ്റിലാണെങ്കിലും വലിയ ഫീസ് ആണ്. അതുകൊണ്ട് നന്നായി പഠിക്കുക, പരമാവധി നല്ല സ്കോർ ഉണ്ടാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനെ മറികടക്കാനുള്ള ഏക പോംവഴി. മറ്റൊരു ക്വസ്റ്റ്യൻ, ഒക്യുപേഷണൽ തെറാപ്പി പ്രൊസീജിയേഴ്സ് ഫീസ് അഡ്മിഷൻ. ഒക്യുപേഷണൽ തെറാപ്പി നിലവിൽ കേരളത്തിൽ നമുക്കറിയാം, ഒക്യുപേഷണൽ തെറാപ്പി മാത്രമല്ല നഴ്സിംഗ്,
മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി തുടങ്ങിയുള്ള എല്ലാ ഇത്തരം അലൈഡ് ഹെൽത്ത് മേഖലയിലുള്ള കോഴ്സുകളും നടത്തപ്പെടുന്നത് LBS സെന്റർ വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത്. അതായത് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അപ്പോൾ ഒക്യുപേഷൻ തെറാപ്പി ഒക്കെ പ്രൈവറ്റ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഫീസ് വളരെ കൂടുതലുമായിരിക്കും. ഓക്കെ, +2 മാർക്കാണ് പരിഗണിക്കുന്നത്. നിലവിൽ ഇനി മാറ്റം വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ അതിലൊരു ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഒക്യുപേഷനിൽ ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളുണ്ട്. എൻട്രൻസ് പരീക്ഷ വഴി നമുക്ക് പോകാവുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അവിടെ എക്സാമിന് കോൾ ഫോർ ചെയ്തിട്ടില്ല, വിളിക്കുന്ന സമയത്ത് അപേക്ഷിക്കാം. അത്തരം വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ സിജിയുടെ കരിയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൃത്യമായ നിർദ്ദേശങ്ങൾ ആ ഗ്രൂപ്പിൽ ലഭ്യമായിരിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോ എന്നോടോ അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരോടോ ഒക്കെ ചോദിക്കുക. അവരും നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. KCET എക്സാം പ്രൈവറ്റ് കോളേജിൽ മാത്രം അഡ്മിഷന് എടുക്കുന്നെങ്കിൽ രജിസ്റ്റർ ആക്കിയാൽ മതിയാ മാം? അതെ അതെ, പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്കാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. മെഡിക്കൽ ആണോ ചോദിക്കുന്നത്? അതെ മാം. അതെ അതെ. അപ്പം അതായത് അവിടുത്തെ മെഡിക്കൽ 12 ലക്ഷം രൂപ ഫീസ് വരും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ. ഗവൺമെന്റ് ഫീ, ഓൾ ഇന്ത്യ കോട്ട ഫീസ് ആണെങ്കിൽ സാധാ എല്ലാവർക്കും ഉള്ള ഫീസ് തന്നെയാണ്. അതേസമയം നമ്മൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അവിടെ MBBS സീറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 12 ലക്ഷത്തോളം രൂപ ഫീസ് വരും. അപ്പം അങ്ങനെ പോവാൻ യെസ് അങ്ങനെ പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോ KCETക്ക് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ മാം. നഴ്സിംഗിന് KCETയിൽ അപേക്ഷിക്കണമെങ്കിൽ കന്നഡ അറിയണം മാം? കന്നഡ അറിയുന്നവർക്ക് റിസർവേഷൻ ഉണ്ട്, അറിയണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഗഡിനാട് കോട്ട ഉണ്ട്. അപ്പൊ അവർക്ക് ആ ഭാഗത്തുള്ള കുട്ടികൾക്ക് ഒരു ചെറിയ അവരെ കന്നഡികരായിട്ട് പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു റിസർവേഷൻ ഉണ്ട് അവർക്ക്. ഓക്കെ മാം. താങ്ക് യു. മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്? ജിപ്മറിൽ അലൈഡ് കോഴ്സ് അഡ്മിഷൻ നീറ്റ് വഴിയാണോ? അതെ, നീറ്റ് വഴിയാണ് അഡ്മിഷൻ. പക്ഷേ ജിപ്മറിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. ജിപ്മർ കോൾ ഫോർ ചെയ്യുമ്പോൾ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ വെറ്റിനറിയിലേക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ എപ്പോൾ ആണ്? അതായത് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം മിക്കവാറും ജൂൺ 12 14 സമയങ്ങളിലൊക്കെ ആയിരിക്കും. അതായത് മെയ് 3 പരീക്ഷ കഴിയും. ജൂൺ 2nd വീക്ക് ഒക്കെ ആകുമ്പോൾ നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് വരും. ദെൻ ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷൻ ആയിരിക്കും ആദ്യം നടക്കുക. MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകൾ. അതിന് ശേഷമാണ് VCIയുടെ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഡ്മിഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ ഫിസിയോതെറാപ്പി ആൻഡ് സ്പീച്ച് തെറാപ്പി എത്ര ഫീസ് വരും? ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എല്ലാം പ്രൈവറ്റ് മേഖലയിൽ മാത്രമേ കേരളത്തിൽ ലഭ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് ഓരോ വർഷവും ഫീസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഏതായാലും 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 80,000 ആ റേഞ്ചിലൊക്കെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും. അത് ഓരോ സമയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൃത്യമായിട്ട് അറിയില്ല, നോക്കണം. ഓക്കെ, പ്രൈവറ്റ് മേഖലയിൽ മാത്രമേ ഇത്തരം കോഴ്സുകൾ ഉള്ളൂ കേരളത്തിൽ. അതേസമയം സ്പീച്ച് തെറാപ്പി നിങ്ങൾക്ക് പഠിക്കാം, വളരെ മികച്ച രീതിയിൽ പഠിക്കാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉണ്ട്, ഐഷ്, മൈസൂരിലെ. എൻട്രൻസ് പരീക്ഷ വഴിയാണ് പ്രവേശനം. അവിടെ പഠിക്കാൻ സാധിച്ചാൽ വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ദെൻ എയിംസിൽ BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക? അതൊരു പക്ഷേ ജൂൺ മാസത്തിലായിരിക്കും സാധാരണഗതിയിൽ. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. സാധാരണഗതിയിൽ ജൂൺ മാസത്തിലാണ്. എയിംസിൽ പ്രത്യേകം പ്രവേശന പരീക്ഷ ഉണ്ട്. അതുപോലെ നിംഹാൻസിൽ പ്രത്യേകം പ്രവേശന പരീക്ഷ ഉണ്ട്. ഇതൊക്കെ നീറ്റിന് ശേഷമാണ് ഇത്തരം പരീക്ഷകൾ ഉണ്ടാവാറുള്ളത് നോർമലി. ഇനി വല്ല മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. NRI സ്റ്റുഡൻസിന് ഗവൺമെന്റ് കോളേജിൽ സെയിം ഫീസ് ആണോ? അത് എഞ്ചിനീയറിംഗിലായിരിക്കും. പക്ഷെ NRI സ്റ്റുഡൻസിന് മെഡിക്കൽ കോളേജിൽ NRI സീറ്റുകളില്ല. ഓക്കെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ NRI സീറ്റുകളില്ല. അതേസമയം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെ 22 ലക്ഷമാണ്. കഴിഞ്ഞ വർഷം 21-22 ലക്ഷമാണ് മെഡിക്കൽ ഫീസ് വന്നത് MBBS കോഴ്സിന്. ഓരോ വർഷവും ഫീസ് വർദ്ധിച്ചു വരാറാണ് സാധാരണ. 2027 നീറ്റ് എക്സാമിന് NCL സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ അപ്ലൈ ചെയ്ത് കളക്ട് ചെയ്യണോ? ഇപ്പോഴേ കളക്ട് ചെയ്യേണ്ട. OBC NCL സർട്ടിഫിക്കറ്റിന് 1 വർഷമാണ് വാലിഡിറ്റി. അപ്പൊ അപേക്ഷക്ക് കോൾ ഫോർ ചെയ്ത സമയം തന്നെ
അപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചാണ് OBC NCL സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭ്യമാവുന്നത്. ഇപ്പൊ സ്റ്റാറ്റസ് മാറിയാല് OBC സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അപേക്ഷ കോൾ ഫോർ ചെയ്തിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. തിരുവനന്തപുരം നിഷ് ഗവൺമെന്റ് അല്ല, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. IHRD ഒക്കെ പോലെ ഗവൺമെന്റ് എയ്ഡ് നൽകുന്ന ഒരു സ്ഥാപനമാണ്, ഗവൺമെന്റ് സ്ഥാപനമല്ല. ഐഷ് മൈസൂർ സ്പീച്ച് തെറാപ്പി നീറ്റ് വഴിയാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐഷ് നീറ്റ് വഴിയല്ല, ഐഷിന് പ്രത്യേകം എൻട്രൻസ് ആണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇപ്പൊ അടുത്ത് തന്നെ വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഒരു ബാക്കിയായിട്ടാണ്. ഫിസിയോതെറാപ്പി LBS വഴിയാണ് അഡ്മിഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ LBS വഴി മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി, അതോ ഓരോ കോളേജുകളിൽ വേറെ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ? മാനേജ്മെന്റ് സീറ്റുകളിലേക്കാണെങ്കിൽ കോളേജിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടി വരും. അതേസമയം മെറിറ്റ് സീറ്റിലേക്കാണെങ്കിൽ LBS വഴി മാത്രം അപേക്ഷിച്ചാൽ മതി. NRI സീറ്റ് വരുമ്പോഴോ? NRI സീറ്റിലാണെങ്കിലും നമ്മൾ നേരിട്ട് അപേക്ഷിക്കണം, LBS വഴിയും അപേക്ഷിക്കണം. ഓരോ കോളേജിൽ വേറെ ആയിട്ട് ഇത് ചെയ്യണം അല്ലെ? LBS ഫുൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവോ കോളേജസ്? ഓ, ഉണ്ട് 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 ഉണ്ട്. ഓക്കെ. അതിന്റെ അഡ്മിഷൻ എപ്പോഴായിരിക്കും ഓപ്പൺ ആവുക? ഏതാണ്ട് അറൌണ്ട് ഒരു പക്ഷേ +2 റിസൾട്ട് വന്നതിന് ശേഷം ജൂൺ മാസത്തിലൊക്കെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു.